യാത്ര പതറിടാത്തൊരിച്ച നിശ്ചയം സുനിശ്ചിതം ദൂരമേറെ മുന്നിൽ നമ്മളെത്ര മാറി ഈ നാടിതെത്ര മാറി ഇത്ര ദൂരം ഇത്ര വേഗം എങ്ങനെ നാം താണ്ടി. പൗരാവകാശത്തിന്റെ ജനവിധിക്ക് വേണ്ടി കാലം കാതോർക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തരൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി ജനവിധി തേടുന്ന കാലം കാത്തുവച്ച കരുത്തുറ്റ സാരഥി സഖാവ് പി സുമോദിനെ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് നല്ലവരായ പ്രബുദ്ധരായ വോട്ടർമാരോട് വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ആശകൾക്ക് ചിറകുവെച്ച് കൂരവെച്ച് വികസനത്തിൻ തണലറിഞ്ഞ സ്വപ്നകാലമേ നാടിതിന്റെ ഭാവി കണ്ട് നിറമണിഞ്ഞ നാളു കണ്ട് ഭാവി കേരളം രചിച്ച സ്വപ്നയാത്രയെ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് തരൂരിന്റെ മണ്ണിൽ വികസനത്തിന്റെ വസന്തം വിരിയിച്ച് വാഗ്ദാനങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള കർമ്മ പദ്ധതികളാണെന്ന് തെളിയിച്ച വികസന നായകൻ, വിനയത്തിന്റെ പര്യായം നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധി സഖാവ് പി സുമോദ് വീണ്ടും ജനവിധി തേടുകയാണ്. തരൂരിന്റെ ഓരോ മുക്കിലും മൂലയിലും മാറ്റത്തിന്റെ തിരമാലകൾ തീർത്ത പ്രിയ സഖാവ് പി സുമോദ് വീണ്ടും നമ്മുടെ നാടിന്റെ ജനപ്രതിനിധിയായി വരണം. ലളിതമാണ് ജീവിതം, ഉറപ്പാണ് വികസനം. നന്മയുടെ വികസന പുരോഗതിയുടെ തുടർച്ചയ്ക്കായി നവകേരളത്തിന്റെ കരുത്തിനായി തരൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും LDF സാരഥിയായി വീണ്ടും ജനവിധി തേടുന്ന സഖാവ് പി സുമോദിനെ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് പ്രബുദ്ധരായ വോട്ടർമാരോട് വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ കോമരങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് കേവലം 4 വോട്ടുകൾക്കും അധികാരത്തിനും വേണ്ടി മലയാളക്കരയുടെ മഹിതമായ മതേതര സംസ്കാരത്തെ ഒറ്റിക്കൊടുക്കാൻ പരിശ്രമം നടത്തുന്ന UDF-കാരുടെ കുടില തന്ത്രങ്ങളെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം വർഗീയ കലാപങ്ങളെ സൃഷ്ടിക്കാൻ അനുവദിക്കാതെ സമാധാനത്തിന്റെ നാടായി കേരളത്തെ നിലനിർത്തിയ സഖാവ് പിണറായി വിജയൻ സർക്കാർ 10 വർഷം കൊണ്ട് പവർ കെട്ടില്ലാത്ത നാടാക്കിയും ലോഡ് ഷെഡിംഗ് ഒരു പഴങ്കഥയാക്കിയും ഒരു പുതിയ കേരളത്തെ സൃഷ്ടിച്ചെടുത്ത ഇടതുപക്ഷ സർക്കാർ 10 വർഷം കൊണ്ട് ലൈഫ് ഭവന പദ്ധതിയിലൂടെ 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് അന്തിയുറങ്ങാൻ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാക്കി നമ്മുടെ കേരളത്തെ മാറ്റിയെടുത്ത സഖാവ് പിണറായി വിജയൻ സർക്കാർ 62 ലക്ഷം പാവങ്ങൾക്ക് ക്ഷേമ പെൻഷൻ 600-ൽ നിന്നും 2000 രൂപയാക്കി കുടിശ്ശിക വയ്ക്കാതെ സ്വന്തം വീടുകളിലേക്ക് എത്തിച്ചു നൽകുന്ന ഇടതുപക്ഷ സർക്കാർ 30 ലക്ഷം വീട്ടമ്മമാർക്ക് ഓരോ മാസവും 1000 രൂപ വീതം സഹായം അനുവദിച്ചു നൽകിയും 64 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയെടുത്ത സഖാവ് പിണറായി വിജയൻ സർക്കാർ പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന വികസന മേഖലകളിൽ ചരിത്രപരമായ മാറ്റങ്ങളോടെ ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയും പാഠപുസ്തകങ്ങളും ഭക്ഷണങ്ങളും നൽകി ഉന്നത വിദ്യാഭ്യാസം വരെ സൗജന്യമായി നൽകി വിദ്യാർത്ഥികളെയും മലയാള നാടിനെയും ചേർത്ത് പിടിച്ച ഇടതുപക്ഷ സർക്കാർ കുത്തിയൊലിച്ചു വന്ന പ്രളയത്തിന് മുന്നിലും കോവിഡ് എന്ന മഹാമാരിക്ക് മുന്നിലും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയ കേരള ജനതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഇടതുപക്ഷ സർക്കാർ. ഈ ഇടതുപക്ഷ സർക്കാർ ഇനിയും കേരളത്തെ നയിക്കാൻ ആസന്നമായ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തരൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന LDF സാരഥി സഖാവ് പി സുമോദിനെ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഈ നാടിന്റെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കണമേ എന്ന് നല്ലവരായ പ്രബുദ്ധരായ വോട്ടർമാരോട് വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ നയിച്ചൊരാശയം ഇടതുപക്ഷമേ, നാടിൻ ഹൃദയപക്ഷമേ, ഈ വഴിക്ക് കാവലാവുക. തരൂർ നിയോജക മണ്ഡലത്തിലുടനീളം സ്മാർട്ട് വില്ലേജ്